ഹലോ, ഒരു ഇൻഫിനിറ്റ് പെയിൻറ്റർ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഡൗൺലോഡ് ആപ്പ് അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആപ്പിൻ്റെ ഐക്കൺ വരുന്നത് ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്രഷിൻ്റെ സിഗ്നൽ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ പേജിൻ്റെ സൈസ് 3 സൈസിൽ വരുന്നുണ്ട്: സ്ക്വയർ, ലാൻഡ്സ്കേപ്പ്, അതുപോലെ തന്നെ പോർട്രേറ്റ്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ പേജ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൂൾസ് പരിചയപ്പെടാം. ഫസ്റ്റ് ബ്രഷ്, പിന്നെ സ്മഡ്ജ്, ഇറേസ്, സൈസ്, കളറ്, ഒപ്പാസിറ്റി. ഫസ്റ്റ് ടൂളാണ് ബ്രഷ്. ബ്രഷിൽ കാലിഗ്രഫി, പെൻസിൽ, പെൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂഷ്വലി ഞാൻ എപ്പോഴും കാലിഗ്രഫിയാണ് എഴുതാനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബ്രഷ്. കാലിഗ്രഫിയിലെ ബ്രഷ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇനി സ്മഡ്ജാണ്. നമ്മൾ വരച്ചു, ഇനി അതിനെ സ്മഡ്ജ് ചെയ്തു. അപ്പോൾ ഒരു പരന്ന ഫീൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇറേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് കാണുന്നത്. നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചു, നമുക്കതിനെ ഇറേസ് ചെയ്യണം. ഇറേസർ സെലക്ട് ചെയ്തു. അപ്പോൾ സൈസ് കുറച്ച് കൂടുതലായ കാരണം എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നോർമൽ സൈസാണ്. ഇനി നമ്മൾ സൈസ് കുറച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈസ് കുറച്ചപ്പോൾ അതിൻ്റെ സൈസ് ഓൾറെഡി കുറഞ്ഞു. ഇനി വരയ്ക്കുന്നതെല്ലാം ആ ഒരു സൈസിലായിരിക്കും. അതിപ്പോൾ ഇറേസറിൻ്റെയും ഇതുപോലെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കളറാണ്. നമുക്ക് ഏത് കളറിലാണോ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് വെച്ചെങ്കിൽ ആ കളർ അവിടെ ചൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ റെഡ് കളറിലേക്ക് നമ്മൾ മാറ്റി. ഇനി ഒപ്പാസിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. യൂഷ്വലി 100ൽ കിടക്കുന്ന ഒരു ഒപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ഒപ്പാസിറ്റി നമ്മൾ കുറച്ചു. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞു, അതായത് ഫെയ്ഡായ പോലെയാണ് കാണുക. ഇത്രയും ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം എഴുതാൻ പോവാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബ്രഷിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാലിഗ്രഫി തന്നെയാണ്. സോഫ്റ്റ് ടാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈലാണ് അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഹരിതം എന്നാണ് എഴുതി കൊടുക്കുന്നത്. നമുക്ക് പേജ് സൂം ഇൻ സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൽ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഐഡിയ പ്രകാരം എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതൊരു ഡിസൈനിങ് പർപ്പസിനുള്ള ഒരു ആപ്പാണെങ്കിൽ കൂടിയും നമുക്ക് മലയാളം നമ്മുടെ വീഡിയോയിലും അല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറിയിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. യൂഷ്വലി ഞാൻ എപ്പോഴും വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുക എപ്പോഴും പെന്നോ പെൻസിലോ ആയിരിക്കും. അതാകുമ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റിനൊക്കെ ഒരു ഡെഫിനേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇലയും പൂക്കളൊക്കെ ഇതിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഇനി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ടോപ്പ് റൈറ്റിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിൽ ടൈപ്പ് PNGയും ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിടണം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്യാം. ഇനി സേവ് ഇമേജ് കൊടുക്കുക. ഇപ്പോൾ ഈ ഇമേജായിട്ട് നമുക്ക് സേവായി. ഇനി ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിയിൽ നമുക്കിതെങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.